നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായ VS അച്യുതാനന്ദൻ നിര്യാതനായി. 101 വയസ്സ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു. മണലിപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കടലാശ്ശേരി പാലക്കടവ് പാലത്തിനു സമീപത്താണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് പുഴയിൽ മൃതദേഹം കണ്ടത്. കോടികളുടെ ഷെയർ മാർക്കറ്റ് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയടക്കം 3 പേർ പിടിയിൽ. ഊരകത്തുള്ള ആസ്പെയർ അഗ്രോ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായ VS അച്യുതാനന്ദൻ നിര്യാതനായി. 101 വയസ്സ്. VSന്റെ ഭൗതികദേഹം AKG സെന്ററിലേക്ക് കൊണ്ടുവരും. രാത്രിയോടെ ഭൗതികദേഹം തിരുവനന്തപുരത്തെ വസതിയിലെത്തിക്കും. നാളെ രാവിലെ ദർബാർ ഹാളിൽ പൊതുദർശനം. അതിനുശേഷം ദേശീയപാത വഴി രാത്രിയോടെ ആലപ്പുഴയിലെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കും. ബുധനാഴ്ച രാവിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചകഴിഞ്ഞ് ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ വെച്ച ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് N മനോജ് ഉദ്ഘാടനം ചെയ്തു. ഓണാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് തൊമ്മി പിടിയത്ത് അധ്യക്ഷത വഹിച്ചു. കൺവീനർ PK നിഖിൽ, ട്രഷറർ CS വൈശാഖ, ജയരാജൻ നടുവിൽ, രാജൻ തെക്കൂട്ട, NV അജിതൻ എന്നിവർ സംസാരിച്ചു. വടംവലി മത്സരം അടുത്ത ഞായറാഴ്ച പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മണലിപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കടലാശ്ശേരി പാലക്കടവ് പാലത്തിനു സമീപത്താണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് പുഴയിൽ മൃതദേഹം കണ്ടത്. എറവക്കാട് ഓടൻചി ഷട്ടറിന് സമീപം ചൂണ്ടയിട്ടിരുന്നവരാണ് പുഴയിലൂടെ ഒഴുകിപ്പോകുന്ന മൃതദേഹം കണ്ടത്. പിന്നീട് പാലത്തിന് സമീപം തടഞ്ഞു നിന്ന മൃതദേഹം നാട്ടുകാരും പോലീസും ചേർന്ന് പുറത്തെടുത്തു. ഏകദേശം 55 വയസ്സ് തോന്നിക്കുന്ന ആളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ചുവന്ന ഷർട്ടും വെള്ളമുണ്ടുമാണ് മൃതദേഹത്തിലുണ്ടായിരുന്നത്. ചേർപ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോടികളുടെ ഷെയർ മാർക്കറ്റ് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയടക്കം 3 പേർ പിടിയിൽ. ഊരകത്തുള്ള ആസ്പെയർ അഗ്രോ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. ഊരകത്തുള്ള ആസ്പെയർ ആഗ്രോ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരും മാനേജറുമായ കൊടുങ്ങല്ലൂർ മേത്തല ചെമ്മാലിൽ വിവേക്, എടത്തിരുത്തി കുട്ടമംഗലം മംഗലപ്പിള്ളി, സഹീർ മജീദ്, പറപ്പൂക്കര മറാശ്ശേരി, സുരേഷ് വാസുദേവ് എന്നിവരെയാണ് തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ SHO BK അരുണും സംഘവും പിടികൂടിയത്. കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശി ജിജിലാണ് തട്ടിപ്പിനിരയായത്. പലിശ ഇനത്തിൽ വലിയ തുക നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 2022 ഫെബ്രുവരി മാസം 1 കോടി രൂപ നിക്ഷേപമായി സ്വീകരിക്കുകയും എന്നാൽ നിക്ഷേപ തുകയോ പലിശയോ നൽകിയില്ലെന്നുമാണ് പരാതി. SIമാരായ K സാലിം, CM തോമസ്, സിവിൽ പോലീസ് ഓഫീസർ വിഷ്ണു എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ടച്ചിങ്സ് കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ബാർ ജീവനക്കാരനെ കാത്തിരുന്ന് കുത്തിക്കൊലപ്പെടുത്തി. പുതുക്കാട് പൂക്കോടൻ മേഫെയർ ബാറിലെ ജീവനക്കാരനായ എരുമപ്പെട്ടി സ്വദേശി 54 വയസ്സുള്ള ഹേമചന്ദ്രനാണ് കൊല്ലപ്പെട്ടത്. അളഗപ്പ നഗർ സ്വദേശി 40 വയസ്സുള്ള സിജോ ജോണിനെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ഞായറാഴ്ച ഉച്ചയ്ക്ക് മേഫെയർ ബാറിലെത്തിയ യുവാവ് നിരന്തരം ടച്ചിംഗ് വാങ്ങിച്ചതിനെ ചൊല്ലി ജീവനക്കാരുമായി തർക്കമുണ്ടായിരുന്നു. ഇതിൽ പ്രകോപിതനായ യുവാവ് ജീവനക്കാരെ വെല്ലുവിളിച്ചാണ് ബാറിൽ നിന്നും ഇറങ്ങിപ്പോയത്. എന്നാൽ ടച്ചിംഗ്സ് തർക്കത്തിൽ കൊല്ലപ്പെട്ട ഹേമചന്ദ്രൻ ഇടപെട്ടില്ലായിരുന്നു. ബാർ അടച്ചതിനുശേഷം സമീപത്തെ തട്ടുകടയിൽ നിന്നും ചായ കുടിച്ച ഹേമചന്ദ്രൻ തിരിച്ച് ബാറിലേക്ക് കയറുന്നതിനിടയിലായിരുന്നു ആക്രമണം. ഇതേ ചായക്കടയിൽ അരമണിക്കൂർ മുൻപ് ചായ കുടിച്ച് യുവാവ് സമീപത്തെ ഇടവഴിയിൽ പതുങ്ങി നിൽക്കുകയായിരുന്നു. ബാറിന്റെ ഗേറ്റ് അടയ്ക്കുന്നതിനിടെ ഹേമചന്ദ്രനെ പിന്തുടർന്ന യുവാവ് യാതൊരു പ്രകോപനവുമില്ലാതെ കത്തികൊണ്ട് കഴുത്തിൽ കുത്തി ഓടിപ്പോവുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ഹേമചന്ദ്രനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. തൃശൂർ ശക്തൻ സ്റ്റാൻഡിനടുത്ത് കണ്ണൻകുളങ്ങരയിൽ വിൽപ്പനയ്ക്കായി ഒഡീഷയിൽ നിന്നും കൊണ്ടുവന്ന മുന്തിയ ഇനം ഗജപതി സ്പെഷ്യൽ എന്നറിയപ്പെടുന്ന 3.5 കിലോ കഞ്ചാവുമായി ഒഡീഷ സ്വദേശി മണി നായിക്കാണ് പിടിയിലായത്. തൃശൂർ എക്സൈസ് ഇന്റലിജൻസും തൃശൂർ എക്സൈസ് റേഞ്ച് ടീമും സംയുക്തമായി നഗരത്തിൽ വൻ കഞ്ചാവ് വേട്ട. തൃശൂർ നഗരഹൃദയത്തിൽ ശക്തൻ സ്റ്റാൻഡിനടുത്ത് കണ്ണൻകുളങ്ങരയിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച ഒഡീഷയിൽ നിന്നും കൊണ്ടുവന്ന മുന്തി ഇനം ഗജപതി സ്പെഷ്യൽ എന്നറിയപ്പെടുന്ന 3.5 കിലോ കഞ്ചാവ് ദിവസങ്ങളോളം നിരീക്ഷിച്ച ഇന്നേ ദിവസം അതിസാഹസികമായി ഒഡീഷ സ്വദേശി 33 വയസ്സുള്ള മണി നായിക് എന്നയാളുടെ കയ്യിൽ നിന്നുമാണ് പിടികൂടിയത്. എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ AB പ്രസാദ്, റേഞ്ച് ഇൻസ്പെക്ടർ സുധീർ, TJ രഞ്ജിത്ത്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ ഉമർ, ഗിരീഷ്, ഇന്റലിജൻസ് ഓഫീസർമാരായ VM ജബ്ബാർ, KN സുരേഷ്, മധ്യമേഖലാ കമ്മീഷണർ സ്ക്വാഡ് അംഗം A മുജീബ് റഹ്മാൻ, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ലത്തീഫ്, CEO ഷാജിദ്, അനൂപ് ദാസ് എന്നിവരും കേസെടുത്ത സംഘത്തിലുണ്ടായിരുന്നു. അതിഥി തൊഴിലാളികളെ നിരീക്ഷിക്കുന്നതിനായി ഒരു സ്പെഷ്യൽ ടീം തന്നെ ഉണ്ടാക്കുമെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ AT ജോബി പറഞ്ഞു. പിടികൂടിയ പ്രതിയിൽ നിന്നും കഞ്ചാവ് വാങ്ങിയ ആളുകളെക്കുറിച്ച് മൊബൈൽ കേന്ദ്രീകരിച്ച് തുടർ അന്വേഷണം നടത്തുകയാണ്. തൃപ്രയാർ പുഴയിൽ നാട്ടിക ചെമ്മാപ്പിള്ളി കടവിനു സമീപം സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ മരത്തിൽ തടഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം കണ്ടത്. വലപ്പാട് പോലീസും നാട്ടിക ഫയർഫോഴ്സും സ്ഥലത്തെത്തി. പെരിങ്ങോട്ടുകര ശ്രീ ബോധാനന്ദ വായനശാലയുടെ നേതൃത്വത്തിൽ ആരോഗ്യ പരിപാലന ബോധവൽക്കരണ ക്ലാസും ഔഷധക്കഞ്ഞി വിതരണവും നടത്തി. ഡോക്ടർ ബിന്ദു ജയദാസ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ കാര്യങ്ങൾ ചെയ്താൽ പോരാ, നമ്മുടെ മനസ്സിനും കൂടി ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. എന്നാലേ നമ്മൾ പൂർണ്ണമായിട്ടും ഒരു രോഗവിമുക്തി എന്നുള്ള രീതിയിൽ വരുള്ളൂ. അപ്പൊ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യമായിട്ട് ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ആഹാരങ്ങളും വിഹാരങ്ങളും തന്നെയാണ് വരുന്നത്. ആഹാരങ്ങൾ മാത്രമല്ല, വിഹാരങ്ങളും കൂടെ അതിൽ വരും. വായനശാല പ്രസിഡന്റ് AK രാജൻ അധ്യക്ഷനായി. സെക്രട്ടറി KB ജോഷി ബാബു, NK സുധീരൻ, ബാബു വിജയകുമാർ എന്നിവർ സംസാരിച്ചു. പ്രകാശൻ കാരാട്ടുപറമ്പിൽ, അരോ കോമത്തുകാട്ടിൽ, സുഗതൻ കുണ്ടായിൽ, പ്രേമദാസ് വെങ്ങാലി, പ്രകാശൻ കണ്ടങ്ങത്ത്, മധു കല്ലയിൽ, സലീഷ് കരിപ്പാറ, സിൽജ ജോഷി, സുഭദ്ര രവി എന്നിവർ നേതൃത്വം നൽകി. ആചാര്യ ഫിലിം സൊസൈറ്റിയുടെ 2025 മഹത് കർമ്മ പുരസ്കാരം സമ്മാനിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ സമിതി പ്രവർത്തകരായ തൃശൂർ സ്വദേശി ഷീല ഹരിദാസ്, കൊല്ലം സ്വദേശി ഷിബു റാവുത്തർ, മലപ്പുറം സ്വദേശി കബീർ കാര്യാട്ട് എന്നിവർക്ക് M വിൻസെന്റ് MLA പുരസ്കാരം സമ്മാനിച്ചു. മലയാള കാവ്യ സാഹിതിയുടെ ആഭിമുഖ്യത്തിൽ കവി സമ്മേളനവും പുസ്തക പ്രകാശനവും നടത്തി. സംസ്ഥാന പ്രസിഡന്റ് കാവാലം അനിൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സുദർശനകുമാർ വടശ്ശേരിക്കര അധ്യക്ഷത വഹിച്ചു. ഉണ്ണി പൂവനശ്ശേരി രചിച്ച ഋതു കവിതാ സമാഹാരം നോവലിസ്റ്റ് VG തമ്പി പ്രകാശനം ചെയ്തു. പ്രൊഫസർ VA വർഗീസ് പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങി. പ്രൊഫസർ VP ജോൺസ്, സന്ധ്യ അറയ്ക്കൽ, അജിത രാജൻ, PB രമാദേവി, ഡോക്ടർ കാർത്തിക, ബിന്ദു ദിലീപ് രാജ് എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന സെക്രട്ടറി സുഷമ ശിവരാമൻ കവി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രമോദ് ചേർപ്പ്, മീന അരവിന്ദ്, സുരേഷ് കുമാർ, സിബിൽ ട്രീസ, പ്രീജ വിജയ്, മാലിനി ജയരാജ്, PG പുതുരുത്തി, സതി സത്യകൃതി, ഉണ്ണികൃഷ്ണൻ പുലരി, ശൈലജ, ജോസഫ് മൽപ്പാൻ, ദേവി ദിനേശൻ എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ സ്കൂൾ തല ശാസ്ത്രമേള സയന്റിയ നോവ 2025 സംഘടിപ്പിച്ചു. റിട്ടയേർഡ് സയന്റിസ്റ്റ് ഡോക്ടർ K മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. വിവേകാനന്ദ ട്രസ്റ്റ് ചെയർമാൻ NP മുരളി അധ്യക്ഷത വഹിച്ചു. വിവേകാനന്ദ ട്രസ്റ്റ് ട്രഷറർ KS സുഗേഷ്, ഡയറക്ടർ മോഹനൻ വടക്കേടത്ത്, പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സെക്രട്ടറി രജത് നാരായണൻ, ക്ഷേമസമിതി പ്രസിഡന്റ് P സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. 36 ഇനങ്ങളിലായി LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ നിന്ന് 600-ൽ പരം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു.
KSFE സ്റ്റാഫ് അസോസിയേഷൻ CITU സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഫയൽസ് ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. CITU ഏരിയ സെക്രട്ടറി T. സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. അയ്യന്തോളിൽ നടന്ന മത്സരത്തിൽ തൃശൂർ ഹെഡ് ഓഫീസ് ടീമിനെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത വിഷ്ണു ആൻഡ് ടീം വിജയികളായി. ചേറ്റുവ പുളിക്കക്കടവ് തീരദേശ റോഡിലെ ചേറ്റുവ പടന്ന ചീപ്പിനോട് ചേർന്നുള്ള പാലം താൽക്കാലികമായി അടച്ചു. തകർച്ചാ ഭീഷണി നേരിടുന്ന പാലം അറ്റകുറ്റപ്പണിക്കായാണ് അടച്ചത്. ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡിലാണ് ചേറ്റുവ പുളിക്കക്കടവ് തീരദേശ റോഡിൽ ചേറ്റുവ പടന്ന പാലം സ്ഥിതി ചെയ്യുന്നത്. തകർച്ചാ ഭീഷണിയിലായ പാലത്തിലൂടെ സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ഒട്ടനവധി വാഹനങ്ങൾ കടന്നുപോകുന്നത് അപകട ഭീതിയിലായിരുന്നു. പടന്ന ചീപ്പിനോട് ചേർന്നുള്ള പാലം ബലപ്പെടുത്തുന്ന ജോലികളാണ് നിലവിൽ നടക്കുന്നത്. പ്രവർത്തികൾ നേരിൽ കണ്ട് വിലയിരുത്തുന്നതിനായി ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, പഞ്ചായത്ത് സെക്രട്ടറി PD പരമേശ്വരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സതീഷ് പനക്കൽ, പഞ്ചായത്ത് അംഗം അനിത മുരുകേശൻ, സാമൂഹ്യ പ്രവർത്തകൻ ലത്തീഫ് കെട്ടുമൽ എന്നിവർ സ്ഥലത്തെത്തുകയും ശിവാലയ കരാർ കമ്പനി പ്രതിനിധികളായ സഞ്ജയ് കാടിയാൻ, മനോജ് ശർമ്മ എന്നിവരുമായി ചർച്ച നടത്തുകയും ചെയ്തു. അടുത്ത 3 ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കി പാലം സഞ്ചാരയോഗ്യമാക്കുമെന്ന് കരാർ കമ്പനി ഉദ്യോഗസ്ഥർക്ക് ഉറപ്പു നൽകി. ദേശീയപാത നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ള ശിവാലയ കമ്പനിയാണ് പാലം ബലപ്പെടുത്തുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9,180 രൂപ, പവന് 73,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവുമായ VS അച്യുതാനന്ദൻ നിര്യാതനായി. 101 വയസ്സ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് 62ാമത് ഓണാഘോഷ ഗ്രാമോത്സവത്തിന്റെ ഭാഗമായി കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് N. മനോജ് ഉദ്ഘാടനം ചെയ്തു. മണലിപ്പുഴയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കടലാശ്ശേരി പാലക്കടവ് പാലത്തിനു സമീപത്താണ് പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് പുഴയിൽ മൃതദേഹം കണ്ടത്. കോടികളുടെ ഷെയർ മാർക്കറ്റ് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയടക്കം 3 പേർ പിടിയിൽ. ഊരകത്തുള്ള ആസ്പെയർ അഗ്രോ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.